ഗൈസ്, വെൽക്കം ടു നോക്കി ഡോക്കീസ് യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്ന് നമ്മൾ പുറത്ത് പോയി പോകുന്നു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാല് നമുക്ക് ഡിന്നർ കുക്ക് ചെയ്യണം. അപ്പം ഈസി പീസി ഡിന്നറാണ്. നല്ല യമ്മി ഒരു പ്രോട്ടീൻ റിച്ച് സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ചിക്കൻ മഷ്റൂം സൂപ്പ്. ഇവിടെ പറഞ്ഞ സൂപ്പ് ഉണ്ടാവില്ല. പോണം, അടുക്കളയ്ക്ക് പോണം. ബാ, നമുക്ക് ഇൻഗ്രീഡിയൻസിലോട്ട് പോവാം. നമുക്ക് ഓയിസ്റ്റർ മഷ്റൂം എടുക്കാം, പിന്നെ ബോൺലെസ് ചിക്കൻ, ചില്ലീസ്, ഗാർലിക്ക്, കുറച്ച് മല്ലിയില, സവാള ആവശ്യത്തിന്, ബട്ടർ, പാല്, കുറച്ച് മൈദയുടെ പൊടി. ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ബട്ടൺ മഷ്റൂം അല്ല എടുത്തേക്കുന്ന, ഓയിസ്റ്റർ മഷ്റൂം ആണ്. ഇതിൻ്റെ സ്റ്റെമ്മ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കണം. ഓക്കെ, ഇനി അടുപ്പത്തോട് പാൻ വെക്കുക, അതിലൊരു പീസ് ബട്ടർ ഇടുക. ഓക്കെ, ഇനി ഈ ബട്ടറിനെ കുറച്ച് ഇങ്ങനെ ആട്ടി കളിക്കുക കുറച്ചു നേരം. അതിലോട്ട് കുറച്ച് ഗാർലിക് ഇടുക, ഒന്ന് ഇളക്കുക. ഇനിയോട് മൊത്തം ഇളക്കുകയാണ് ഗൈസ്. അത് കഴിഞ്ഞ് കുറച്ച് സവാള ഇടുക, നന്നായിട്ട് ഇളക്കുക. ഇതൊക്കെ ഒന്ന് ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആവണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുക. ഓക്കെ, നന്നായിട്ട് ബട്ടറിൽ സോട്ടേ ചെയ്യുക. കുറച്ച് പച്ചമുളക് ഇടുക, അത് നന്നായിട്ട് ഇളക്കുക. ഇനി കുറച്ച് ഉപ്പിടുക. ഇനി ഇതിലോട്ട് നമ്മൾ ബോൺലെസ് ചിക്കൻ അങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുക. വേറെ സീസണിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ഡയറക്റ്റായിട്ട് ബോൺലെസ് ചിക്കൻ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുക. മൂടി വെച്ച് വേവിക്കണം. ചിക്കനാണ് ഇപ്പോൾ കുറച്ച് കുക്കാവണം. ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. ആൻഡ് നമുക്ക് വെള്ളം കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി വെള്ളം ആഡ് ചെയ്തത് തെറ്റില്ല. ഓക്കെ, ഇനി മഷ്റൂം ഇടുക. മഷ്റൂമിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും. അപ്പം ഇതും നമ്മൾ നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അടയ്ക്കൂ, ഷോ അടയ്ക്കൂ. അടച്ച് കണ്ട നല്ല സോഫ്റ്റായി വന്നു മഷ്റൂം. ചിക്കൻ കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായിട്ട് അടിച്ചെടുക്കുക. ഭയങ്കര ക്രീമി ആയിട്ട് അടിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ സൂപ്പിൻ്റെ ജീവൻ. ഇനി വേറൊരു പാനിൽ ബട്ടർ എടുക്കുക, അതിലോട്ട് കുറച്ച് മൈദ ആഡ് ചെയ്യുക. എന്നിട്ട് ഒന്ന് ചൂടാക്കുക. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് ചെയ്യരുത്. ഇപ്പം ഇച്ചിരി ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ടയായിട്ടൊക്കെ വരും. അതൊക്കെ നമുക്ക് ഉടച്ചെടുക്കണം. ഇങ്ങനെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് പാൽ ആഡ് ചെയ്യും. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേഗം മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് നന്നായിട്ട് ക്രീമി ആയിട്ട് വരും. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന മഷ്റൂമിൻ്റെ സ്റ്റെമ്മും പിന്നെ നേരത്തെ കുറച്ച് ചിക്കൻ മാറ്റി വെക്കണം, ബോൺലെസ് ചിക്കൻ കുക്ക് ചെയ്തത്, അതും ആഡ് ചെയ്യും. ഇനി അതൊന്ന് സോഫ്റ്റ് ആവാനുള്ളൊരു ടൈം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയിൽ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് വെച്ച ആ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക, കുരുമുളക് ചേർക്കുക, പിന്നെ കുറച്ച് മല്ലിയില ഇങ്ങനെ മുകളിൽ ഇങ്ങനെ ഗാർണിഷായിട്ട് ഇടുക. ഇനി ഇത് നല്ല ചൂടോടെ വിളമ്പണം. അലങ്കാരത്തിന് കുറച്ച് ബട്ടർ, ഒരു 2 മല്ലിൻ്റെ ഇല വെച്ചിട്ട് ഒരു സ്പൂൺ ഇട്ട് അങ്ങനെ കൊടുക്കുക. പിന്നെ വന്ന് ഇത് കറക്റ്റ് റിവ്യൂ ആയിരിക്കും. എടുത്തിട്ട് കുറ്റമകനുണ്ട്, അടിപൊളി. കുറ്റമകന വേറെ വീഡിയോ ഉണ്ടാവും, പേടിക്കണ്ട. ഇവിടെ ഉണ്ടാക്കുന്നത് ഇപ്പൊ പല വീഡിയോകൾ അങ്ങനെ വരും. പക്ഷെ ഇത് സാധനം അടിപൊളി കേട്ടോ. ഇനി ജൂനിയർ ഫുഡിക്ക് നമ്മൾ ഉപ്പും കുരുമുളകും ഒന്നും ഇടാതെ കുറച്ച് സൂപ്പ് കൊടുക്കും. പീലു അപ്രൂവ് ചെയ്തു, പീലുവിൻ്റെ ഡാഡ് അപ്രൂവ് ചെയ്തു. സൂപ്പ് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനും കുടിച്ചു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മളിവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നൊരു സാധനമാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വേറെ ഒന്നുമില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ശരി.